أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم رب هب لي من الصالحين فبشرناه بغلام حليم സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി മക്കയിലും മദീനയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജ് ലക്ഷ്യം വെച്ച് ഇറങ്ങിത്തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് ഓർക്കുവാനും അദ്ദേഹത്തിന് ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അതുവഴി നമ്മുടെ വിശ്വാസവും ആചാരങ്ങളുമൊക്കെ നന്നാക്കിയെടുക്കുവാനും ഉള്ള അവസരമാണ്. ആ വിഷയം ഞാൻ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യവും കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ്. വേനലവധിക്ക് നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിലുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ പരിപാലനവും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പലരും അതിൽ വീഴ്ച വരുത്തുന്നു. കുട്ടികളുടെ ഈ അവധിക്കാലം പലർക്കും പ്രശ്നമായി മാറുന്നു. അതിൻ്റെയൊക്കെ പ്രശ്നം ഈ ഒരു മാതാവ് പിതാവ് എന്ന റോളിൽ നമ്മൾ കാണിക്കുന്ന ചില വീഴ്ചകളാണ് എന്നതൊരു ശരിയുമാണ്. ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ചർച്ചയിൽ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം എന്ന പിതാവിനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഏറെക്കാലം കുട്ടികളുണ്ടായില്ല. വാർദ്ധക്യത്തിലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. കുട്ടികളുണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നല്ല കുട്ടികൾ ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അവരുടെ ജീവശാസ്ത്രപരമായ ധർമ്മം എന്ന നിലയിൽ കുട്ടികൾ എങ്ങനെ ഉണ്ടാകുന്നു, അവരെങ്ങനെ വളർന്നു പോകുന്നു എന്നതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശ്വാസികളിൽ നിന്നുണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് നേടണം കുട്ടികളെ. ആ കുട്ടികളാണ് നന്നായി വരിക. ആ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ ഹിബ്ബത്ത് എന്ന് പറയുന്നൊരു വാക്ക് ഖുർആൻ ഈ ആ സാധനത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന ഒക്കെ ഉണ്ടാകുന്നത്. അബ് വഹബലഹു, ഇങ്ങനെയാണ്. അതൊരു സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സമ്മാനമായി കുട്ടികൾ ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാവണമെന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. 19-ാം അധ്യായത്തിലെ സൂറത്ത് മറിയമിലെ ആദ്യത്തെ 15 ആയത്തും കുഞ്ഞുങ്ങളില്ലാത്ത കുട്ടികളില്ലാത്ത സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച വേദനയും അദ്ദേഹത്തിൻ്റെ അതിനുവേണ്ടിയുള്ള പരിശ്രമവും പ്രാർത്ഥനയും
പ്രാർത്ഥനയും എന്നിട്ട് യഹിയ എന്ന മകനെ നൽകുന്നതും ഒക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിലും അങ്ങനെ പറയുന്നുണ്ട്. വസ്തജിബ്നാ ലഹു വഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അംബിയ 21 അധ്യായം 90 അല്ലാഹ് പറഞ്ഞു, നമ്മൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. പ്രാർത്ഥന സ്വീകരിച്ച് എന്ത് ചെയ്തു? വഹബ്നാ ലഹു യഹ്യ, യഹ്യ എന്ന ഒരു സന്താനത്തെ അദ്ദേഹത്തിന് നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭധാരണത്തിന് പ്രാപ്തയാക്കി നാം ഗർഭം ധരിച്ചു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിക്കുന്ന സന്താനങ്ങളുണ്ടല്ലോ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറാത്തുകളിൽ അവരിങ്ങനെ മത്സരിച്ച് മുമ്പോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ടാകും. അള്ളാഹു നൽകിയ അമ്പിയാക്കന്മാരെ കുറിച്ച് ഈ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയതൊക്കെയും പ്രവാചകന്മാരായി മാറുകയുണ്ടാവുന്നു. ഇനി സ്വാലിഹീങ്ങളും അതുപോലെ തന്നെ സുദ്ദീഖീങ്ങളുമായി വളരാൻ ഈ പ്രാർത്ഥനയുടെ ഫലങ്ങളായി മക്കൾ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കുന്നത്. വകാനൂലന ഖാശിഈൻ, അവർക്കാണ് ഖുശൂ ഉണ്ടാവുക, ഭയഭക്തി ഉണ്ടാവുക, പടച്ചവനെ പേടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനാവുക. ഇത് ദാമ്പത്യ ജീവിതം നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഓരോ ഭർത്താവും ഭാര്യയും മനസ്സിൽ വെക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറില്ല. സ്ത്രീയും പുരുഷനും ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തായ പ്രാർത്ഥന പോലും പലർക്കും അറിയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞു ജനിക്കുന്നു. ആദ്യം ജനിച്ചത് ഇസ്മായിലാണോ ഇസ്ഹാഖാണോ എന്ന് തർക്കിക്കുന്ന ആളുകളുണ്ട്. രണ്ട് മതങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളാണത്. ഇസ്ലാം മതം പറയുന്നു ഇസ്മായിലാണെന്ന്, ക്രൈസ്തവർ പറയുന്നു അല്ല ഇസ്ഹാഖാണെന്ന്. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നു, ഇസ്ഹാഖ് എന്ന് പറയുന്ന മകനെക്കുറിച്ച് നിങ്ങളുടെ കിതാബുകളിൽ വല്ല പരാമർശവും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബർ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ 39-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഞാൻ ശുക്ർ ചെയ്യുന്നു. അല്ലദീ വഹബ ലി അലൽ കിബർ, വാർദ്ധക്യത്തിലെത്തിയപ്പോ എനിക്ക് സമ്മാനമായി സന്താനങ്ങൾ നൽകിയ ആരെ? ഇസ്മായിലിനെയും വ ഇസ്ഹാഖ്, പിന്നെ ഇസ്ഹാഖിനെയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കും എന്ന അങ്ങേയറ്റത്തെ അചഞ്ചലമായൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രവാചകന്മാരൊക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ മുസ്ലിം സമൂഹത്തിന് പറ്റിപ്പോയ ഒരു തെറ്റെന്താന്ന് ചോദിച്ചാൽ, ദുആ എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ കിതാബിലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥന വായിക്കാതെ പോവുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ എന്തിനാണ് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചത്? അവരാരോട് പ്രാർത്ഥിച്ചു എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ്. അവരാരോടാണ് പ്രാർത്ഥിച്ചത്? കുട്ടികളില്ലാത്തതിന്, രോഗങ്ങളുണ്ടായപ്പോ, അങ്ങനെയുള്ള വിഷമകരമായ സന്ദർഭങ്ങളിൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികൾ നേരിട്ടപ്പോ, മുളുത്തറായി നിന്നപ്പോ, കുടുങ്ങിയിട്ട് അങ്ങേയറ്റം എടങ്ങേറായി മുളുത്തറായി നിന്ന സന്ദർഭങ്ങളിൽ അവർ ആരോട് പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു? ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരോടുമില്ല. അപ്പോ ധനനഷ്ടമുണ്ടാകുമ്പോ, രോഗമുണ്ടാകുമ്പോ, സന്താനങ്ങൾ ലഭിക്കാതെയാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അവരാരും എന്ത് ചെയ്തില്ല? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും അവർ പ്രാർത്ഥിച്ചില്ല, തുലാഭാരം നടത്തിയില്ല, ജാറത്തിങ്ങിലേക്ക് പോയില്ല, മരിച്ചുപോയ മഹാത്മാക്കളോട് മക്കളെ തരണം എന്നവർ പറഞ്ഞില്ല. മക്കളെ കിട്ടിയതിന് ശേഷം ആ മക്കളെയും കൊണ്ട് ആ ജാറങ്ങളിലേക്കോ അവരുടെ കുടീരങ്ങളിലേക്കോ നന്ദി പറയാനും അവർ പോയില്ല. നന്ദി ആരോട് പറഞ്ഞു? നന്ദി അള്ളാഹുവിനോട് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ മക്കളുടെ വിഷയത്തിൽ പാലിക്കുന്നവർക്ക് തന്നെയാണ് മക്കൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറുക എന്ന വിഷയത്തിൽ തർക്കമേതുമില്ല. അങ്ങനെ ഇസ്ലാമിന്റെ ഷിയാറുകളൊക്കെ അങ്ങനെ പുറത്തു കാണിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും. ഈമാൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ മക്കളെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ മാതാപിതാക്കൾ കാണിക്കേണ്ട ചില സംഗതിയാണ്.
ഇസ്ഹാഖ് ഇബ്രാഹിം നബിയുടെ മകനാണെന്ന് ഖുർആൻ പറയുന്നു. ഇനി നമ്മളെ എതിർക്കുന്ന ആളുകളുടെ കിതാബ് എന്ത് പറയുന്നു? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 16-ാം അധ്യായം ആരംഭിക്കുന്നതിന് അബ്രഹാമിനും സാറക്കും മക്കൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറാ ബീവിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കും മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 16 ആരംഭിക്കുന്നത്. യജമാനത്തിയുടെ ദാസിയിൽ യജമാനന് ജനിക്കുന്ന മകനെ യജമാനത്തിയുടെ മകനായി തന്നെ പരിഗണിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് തന്റെ മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. ഇത് ബൈബിളാണ്. അങ്ങനെ ഹാഗാർ അഥവാ ഹാജറ ഗർഭം ധരിച്ചു. ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. അവന് അബ്രഹാം ഇസ്മയേൽ എന്ന് പേരിട്ടു. അപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഇനി ആ ഏത് മകനാണ് മൂത്തത് എന്നൊരു തർക്കം ഈ സാധാരണ ക്രൈസ്തവർ നടത്താറുണ്ട്. അത് ആ ബൈബിൾ പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് 86-ാമത്തെ വയസ്സിലാണ്. പിന്നെ 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അബ്രഹാമിനെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് 99 ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18 ഈ വിവരം ആരംഭിക്കുന്നത് നോക്കൂ. ഈ വിവരണം ആരംഭിക്കുന്ന ഇങ്ങനെ: അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന്. ഈ സന്ദർശനത്തെ ദൈവത്തിന്റെ പ്രത്യക്ഷത ആയി കണക്കാക്കുന്ന അവിടെ ഒരു വെളിപാടുണ്ടായി എന്നാണ്. എന്താ പറഞ്ഞോന്നറിയോ? ഒരു ആണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് പറഞ്ഞു. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മകനെ സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് നമുക്കത് പരിഭാഷപ്പെടുത്താം. എന്നിട്ട് ആ അധ്യായത്തിലെ ഉൽപ്പത്തി 21 1-2 വാക്യങ്ങൾ അവന് ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. അവന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ഇസ്മായിൽ ജനിക്കുമ്പോ അബ്രഹാമിന് അതേ കിതാബ് പറയുന്നു 86 വയസ്സായിരുന്നു. ഇനി തർക്കിക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബർ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അതുകൊണ്ട് മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് മക്കളെ ലഭിച്ചാൽ നമ്മൾ നന്ദികേട് കാണിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ആറാഫിൽ 191-ാമത്തെ വചനത്തിൽ അങ്ങനെയാണുള്ളത്. ആദ്യം പറയുന്നു സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വാലിഹീങ്ങളായ മക്കളെ ലഭിക്കുന്ന വിവരം. വലമ്മ ആതാഹുമാ സ്വാലിഹൻ ജഅല ലഹു ശുറകാ ഫീമാ ആതാഹുമാ. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടായാൽ ചിലരെന്താ ചെയ്യാന്നറിയോ? ജഅല ലഹു ശുറകാ ഫീമാ ആതാഹുമാ. അവർ ശിർക്ക് ചെയ്യാൻ പുറപ്പെടും. അവർക്ക് കിട്ടിയ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥയുണ്ടാവും. അല്ലാത്തവർക്കായിരിക്കും അവർ നന്ദി കാണിക്കുക, വണക്കം ചെയ്യുക, അവരോടായിരിക്കും പ്രാർത്ഥിക്കുക. തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. അവർ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. എന്നിട്ടൊരു ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യം വിശ്വാസികളായ ആളുകളുടെ കക്കിലിങ്ങനെ തറച്ചു കിടക്കേണ്ട ചോദ്യം. അയുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് വെക്കുകയാണോ കൂട്ടരെ? മാ ലാ യഖ്ലുഖു ശൈഅൻ, ഒരു വസ്തുവിനെയും പടക്കാത്ത, സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, ഒരീച്ച വന്നിരുന്നാൽ അതിനെ ആട്ടാൻ പോലും ശേഷിയില്ലാത്ത, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, ഒന്നിനെയും പടക്കാത്ത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹ് ഖാലിഖാവണം എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞതാണ്. സൃഷ്ടാവണം, സൃഷ്ടിയാവരുത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരുമാകരുത്. അള്ളാഹ് ചോദിക്കുന്നു, അയുശ്രികൂൻ മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. നിങ്ങൾ വിളിച്ചു തേടുന്ന ആരാവട്ടെ, ഞാൻ അലിഷ്ടൊന്നും പറയുന്നില്ല, ആരാവട്ടെ, അവരൊക്കെയും അള്ളാഹുവിന്റെ പടപ്പുകളല്ലേ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരും അതിന് യോഗ്യരല്ല. നിങ്ങൾ എന്ത് വേണ്ടാത്തരമാണ് ചെയ്യുന്നത്? അള്ളാഹു ചോദിക്കുന്നു. ഇനി മക്കളുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനുണ്ടായി, ഇസ്മായിൽ ഉണ്ടായി. ആ ഇസ്മായിലിനെ ആൾപ്പാർപ്പൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗേഹമുണ്ടവിടെ എന്ന് അള്ളാഹുവിനിൽ നിന്ന് വഹയി ലഭിച്ചതനുസരിച്ച് ആ കൃത്യം മാർക്ക് ചെയ്യപ്പെട്ട സ്പോട്ടിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ലഭിച്ച സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് തിരിച്ചു പോന്നു.
അദ്ദേഹത്തോടൊപ്പം ആ കുഞ്ഞിങ്ങനെ നടക്കാനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വരവ് വന്നു മക്കയിലേക്ക്. ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക ഫൻളുർ മാദാ തറാ. മകനെ, നിന്നെ അറുത്തു കളയണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നിനക്കെന്തു പറയാനുണ്ട് എന്ന് ചോദിച്ച് ആ അറിവ് നടപ്പിലാക്കുവാൻ സുഹൃത്തുക്കളെ പോലെ ഒരു പിതാവ് മക്കളോടൊപ്പം ജീവിക്കുന്ന മനോഹരമായ കാഴ്ച ഖുർആൻ വരച്ചിടുന്നുണ്ട് ഈ പദങ്ങളിലൂടെ. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചതമ്പുരാന്റെ ഈ ഭവനത്തിന്റെ പുനർനിർമ്മാണം ഒരു ഉപ്പയും മകനും ഒരുമിച്ച് ഇങ്ങനെ നിർവഹിക്കുക. വളരെ ആനന്ദത്തിൽ. കഠിനാധ്വാനമാണത്. ആ കഠിനാധ്വാനത്തിലും ഒപ്പം നിൽക്കുന്ന മക്കളുണ്ടാവണം, സന്തോഷത്തിലൊപ്പം നിൽക്കുന്ന മക്കളുണ്ടാവണം. അധ്വാനത്തിൽ ഉപ്പയോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ഈ പുതിയ തലമുറയിൽ ഇല്ലാത്തത്. അവർക്ക് പലപ്പോഴും ഉപ്പമാർ അവർ നടന്നു വന്ന വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു പോലുമില്ല. പ്രയാസത്തിന്റെ, കഷ്ടപ്പാടിന്റെ, ദാരിദ്ര്യത്തിന്റെ ഒരുപാട് ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു വന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത് എന്ന് എന്തുകൊണ്ടാ മക്കളോട് പറഞ്ഞുകൂടാ? പ്രിയപ്പെട്ട അനിയന്മാരെ, നിങ്ങൾ ഈ പിതാക്കന്മാരുടെ കഠിനാധ്വാനത്തോടൊപ്പം കഠിനാധ്വാനം ചെയ്യേണ്ടവരല്ലേ? ഉപ്പമാർ സമ്പാദിച്ചുണ്ടാക്കിയത് സുന്ദരമായി അനുഭവിക്കാൻ മാത്രം പടക്കപ്പെട്ടവരാണോ? നിങ്ങൾക്കൊരു പ്രവാചകനെ ഓർമ്മയില്ലേ? നമ്മുടെ പ്രവാചകൻ 13-ാമത്തെ വയസ്സിൽ ചരിത്രം വായിക്കുമ്പോ അദ്ദേഹം ജോലിയെടുക്കാതെ മുത്താപ്പ ഒരു എന്താ പറയാ പരാന്നഭോജിയായി, ഇത്തിൽ കണ്ണിയായി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ കുടുംബമേ ദാരിദ്ര്യത്തിൽ, അവിടെ ഒരു അധികപ്പറ്റായി ഈ മോൻ നിൽക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഇനി കച്ചവട യാത്ര നടത്തുമ്പോ ആ കച്ചവടത്തിന് ഈ മുഹമ്മദിനെ കൂടി കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു 13 വയസ്സുകാരനെ മറക്കാതിരിക്കുക. ബാലന്മാരും കൗമാരത്തിന്റെ ആദ്യദശയിലൂടെ കടന്നു പോകുന്നവരും അവരവൻ അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തൊഴിലാളി ദിനം കടന്നുപോയി ഇന്നലെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. തൊഴിലിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അത് അവനവന്റെ വിയർപ്പിൽ നിന്ന് ഭക്ഷിക്കേണ്ടതിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഇത്രമേൽ വാചാലമായ മറ്റൊരു ആദർശം വേറെ ഏതാണുള്ളത്? മടിയന്മാരാവരുത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, പിതാക്കന്മാരായ ആളുകളോട് നമ്മുടെ പിതാക്കന്മാരോട് നന്നായി പെരുമാറിയാൽ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറും. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ 5 തവണ 5 ആയത്തിന്റെ ആരംഭം യാ അബത്തി ലിമ തഅബുദ് മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള താഴെയുള്ള 4 ആയത്തുകളിലും യാ അബത്തി. ആരോടാണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാതാവായ പിതാവിനെ വിഗ്രഹാരാധനയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ കടുത്ത എതിർപ്പ് നേരിടുമ്പോഴാണ് യാ അബത്തി, എന്റെ പൊന്നുപ്പ എന്ന് വിളിക്കുന്നത്. എന്നാണ് മറുപടി. ഇറങ്ങിപ്പോടോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും നിന്നെ ഞാൻ എന്ന മറുപടി തന്നെയാണ് കിട്ടുക എന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഒരു മകൻ യാ അബത്തി എന്ന് വിളിച്ചു. ഇനി കേൾക്കൂ നിങ്ങൾ, മോനെ, നിനക്കെന്ത് പറയാനുണ്ട്? നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, അത് നിറവേറ്റണം, അതൊരു കൽപ്പനയാണ്. അവിടെ ആ മകൻ പ്രതിവചിച്ചതെന്താ? യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മഅസ് സാബിരീൻ. നിങ്ങൾക്കെന്നെ ക്ഷമാലുക്കളിൽ കാണാം എന്റെ പൊന്നുപ്പ. അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നടപ്പിലാക്കിക്കോളൂ. യാ അബത്തി എന്ന് നമ്മുടെ മക്കൾ വിളിക്കാൻ നമ്മുടെ പിതാക്കന്മാരെ യാ അബത്തി എന്ന് വിളിക്കണം. അത് അറബി വാക്കാണ്. അത് കൃത്യമായി ഒരു പാരന്റിങ്ങിന്റെ വിഷയത്തിൽ പഠിച്ചേ പറ്റൂ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3 ദുആകൾ അപ്പീലില്ലാതെ അള്ളാഹ് സ്വീകരിക്കും. മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, ഉത്തരം കിട്ടുക തന്നെ ചെയ്യും.
സംശയിക്കുകയേ വേണ്ട. ഒന്ന്, ദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥനയാണത്. ഒരു സമൂഹത്തിൽ, സൊസൈറ്റിക്കകത്ത് ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, പൊതുരംഗത്ത് ഇടപഴകുമ്പോൾ ഒക്കെ ഈ വാക്ക് നല്ലോണം പേടിയോടുകൂടി ഉണ്ടാവണം. മദ്ലൂമുകളായ ആളുകളുടെ മനസ്സിൽ നിന്ന് പോകുന്ന വല്ലാത്തൊരു നെടുവീർപ്പുണ്ട്. ആ നെടുവീർപ്പിന് പടച്ചതമ്പുരാന്റെ കോടതിയിൽ അപ്പീലില്ല, മറയില്ലാതെ സ്വീകരിക്കുമത്. നിങ്ങൾ നോക്കൂ, ജെറൂസലേമിലേക്ക് ഒരു നാടൊട്ടാകെ ചുട്ട് ചാമ്പലാക്കിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത്. കുറച്ചു മുമ്പ് കാലിഫോർണിയയിൽ നമ്മൾ അത് തന്നെ കണ്ടു. മദ്ലൂമുകളായ ആളുകൾ, വിശ്വാസികളായ മദ്ലൂമുകളുടെ ഹൃദയം വേദനിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പോകുന്ന തേങ്ങൽ മുകളിൽ അള്ളാഹുവിലേക്കാണ് എങ്കിൽ ഷുവർ അതിന് ഉത്തരമുണ്ടാകും. അത് മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് വഴുതി പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഉത്തരം കിട്ടാതെ പോകുന്നത്. പ്രാർത്ഥിച്ചോളൂ, അള്ളാഹുവോട് പ്രാർത്ഥിച്ചോളൂ. രണ്ടാമത്തത് മുസാഫിറിന്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കരുതലോടെ നിർവഹിക്കണേ, അത് കരുതലോടെ നിർവഹിക്കണം, വളരെ കരുതലോടെ. അവർക്ക് അപകടമുണ്ടാക്കുന്ന രൂപത്തിൽ, ഭാവിയിൽ അവർ നശിച്ചു പോകുന്ന രൂപത്തിൽ, ഭാവിയിൽ അവർ കുരുത്തം കെട്ടവരായി പോകുന്ന രൂപത്തിൽ ശപിക്കരുതാ മക്കളെ എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചു പോയാൽ സ്വീകരിക്കുമെന്ന് അല്ലാഹു പറയുന്നു. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്കുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പിൻപിറകിൽ നമ്മൾ ഉപയോഗിച്ച പദത്തിന്റെ പേരിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ പേരിൽ നമ്മുടെ മക്കൾ കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ വന്നാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊന്ന് നന്മയുള്ള മക്കളായി തീരാനാണ്. ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ നാം ഇമാമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വമിൻ ദുർരിയതി, എന്നെ മാത്രം പോരാ പടച്ച തമ്പുരാനെ. ഈ തിരുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. എന്നെ മാത്രമല്ല, എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ ഇങ്ങനെയാക്കണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതിന്റെ ചുവട് പിടിച്ചാണ് ആ പ്രാർത്ഥന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അങ്ങനെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മക്കൾക്ക് നന്മ വന്നു ചേരാൻ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ട് കിടത്തുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മക്കയല്ല, നമ്മൾ ഇന്ന് കാണുന്ന കഅബാലയമല്ല, നമ്മൾ ഇന്ന് കാണുന്ന സഫയും മർവയുമല്ല. അവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം പോലുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാത്ത്. നമസ്കാരം നിലനിർത്തുന്നവരാക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ മനസ്സ് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവണം. എപ്പോഴാണ് അവിടെ ആളൊഴിയുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ് അവിടെ ആളെത്താത്തത്? എപ്പോഴാണ് അവിടെ മനുഷ്യന്മാർ ഒഴിഞ്ഞ സ്ഥലമുള്ളത്? ഒരു ദിവസം, ഒരു 2-4 ദിവസം മുമ്പ് നമ്മൾ അല്പം ശൂന്യമായ ഒരു കഅബാലയത്തിന്റെ മുറ്റം കണ്ടു. ഒരു 4 ദിവസം മുമ്പ്, അഥവാ കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തെ ദിവസം, അല്പം ശൂന്യമായ കഅബാലയത്തിന്റെ മുമ്പിൽ ഒരു 1-2 സഫിൽ മാത്രം ഇമാമിന്റെ പുറകിൽ ആളുകൾ നിസ്കരിക്കുന്ന അപൂർവമായ ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിലയിരുത്താം. ഒരു അപൂർവമായ കാഴ്ച. കാലുകുത്താൻ സ്ഥലമില്ലാത്ത മത്താഫും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ വിശാലമായ പ്രദേശങ്ങളും മക്ക എന്ന് പറയുന്ന പുണ്യനഗരിയുടെ റോഡുകളും അതുപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളുമൊക്കെ എന്നാണ് ഒരു അയവുണ്ടാവുക? നിർബന്ധമായും സൗദി അറേബ്യയുടെ സർക്കാർ വലിച്ച് പുറത്താക്കി ശുദ്ധീകരിച്ചപ്പോ ഹാജിമാർക്ക് വേണ്ടി മാത്രം ഒരുങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഹാജിമാരെ സ്വീകരിക്കുന്ന ആ ചെറിയ ഇടവേളയിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടായത്. ആളുകളുടെ മനസ്സ്, ഒരു വട്ടം മക്കയിൽ പോയി വന്ന ആളുകൾ എത്ര പേരെന്റെ മുമ്പിലുണ്ട്? അവർ പലവട്ടം പിന്നെയും പോകുന്നത് എന്തുകൊണ്ടാണ്?
പലവട്ടം പിന്നെയും പോകുന്നത് എന്തുകൊണ്ടാണ്? തീരെ പോവാത്തവർക്ക് അവരെ വിമർശിക്കാം, ആ കാശ് കൊണ്ട് വേറൊരു കുട്ടിനെ കെട്ടിച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ ഒരു വട്ടം ആ മണ്ണിൽ പോയി വന്ന ഒരാളും പിന്നീട് ആ മനസ്സ് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കാതിരിക്കുന്നില്ല. അതാണ് ഖിബ്ല എന്ന വാക്കിന്റെ നേരർത്ഥം. ഖിബ്ല എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അറബിയിൽ. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ? നമ്മളുടെ മക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറക്ക് വേണ്ടി സൗഭാഗ്യമുണ്ടാവാനും നല്ല അന്തസ്സുള്ള ജീവിതമുണ്ടാകാനും ഐശ്വര്യമുണ്ടാവാനും വേണ്ടി പ്രാർത്ഥിക്കണം. നിസ്കാരം നിലനിർത്തുന്നവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലവും ഒരു സ്വഭാവവും ഒക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ റോളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടെ ഞാൻ ഉണർത്തുന്നു. മക്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളുകളായി മാറാനുള്ള അർത്ഥവത്തായ നിരന്തരമായ പ്രാർത്ഥന മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടാവണം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ചതമ്പുരാനെ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണം. എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുകയും വേണം, കാക്കുകയും വേണം. വവസ്സാബിഹ ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാഖൂബ് നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരോടൊക്കെയുള്ള ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണമാസന്നമായ സന്ദർഭത്തിൽ മക്കളെ വിളിച്ച്, അദ്ദേഹത്തിൻ്റെ മക്കളുടെയൊക്കെ ഹിസ്റ്ററി അറിയാവുന്നവരെ നമ്മൾ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് എനിക്ക് ശേഷം പ്രാർത്ഥിക്കുക? ആരോടായിരിക്കും നിങ്ങൾ ആപൽഘട്ടങ്ങളിൽ വിളിച്ചു തേടുക? നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കുക. അങ്ങനെയുള്ളൊരു സന്ദർഭം ഇവിടെ എന്നിട്ട് പറയുന്നു ഈ ആയത്തിൽ. ഇബ്രാഹിം നബിയും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോവരുതേ എന്നിങ്ങനെ നിരന്തരം വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അത് ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ ശ്രദ്ധ വേണ്ടേ? നമ്മുടെ മക്കൾ തൗഹീദ് എന്ന് പറയുന്ന ഒരു ആദർശത്തിന്റെ കളത്തിൽ നിന്ന് പുറത്തു പോകുന്നുവോ ഇല്ലേ? ആരാ പരിശോധിക്കാറ്? ആരും പരിശോധിക്കുന്നില്ല. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാരാ ശ്രദ്ധിക്കാറില്ല. അവർ പള്ളിയിൽ നമ്മുടെ കൂടെയുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. എൻ്റെ മകൻ ഞാനുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? സലാം വീട്ടി വേഗം എഴുന്നേറ്റ് പോവുകയാണോ? അതോ പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമെന്ന് പറയണം, കുറച്ചൊക്കെ പ്രാർത്ഥിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രാർത്ഥിക്കാം. പള്ളിയിൽ നിന്ന് മാത്രമല്ല, നിസ്കാരത്തിന്റെ പിന്നിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾക്കാവണം മക്കളെ. അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ടാവണം. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഈ മക്കൾ ഉതകണം, അതിനും പ്രാർത്ഥിക്കണം. അങ്ങനെ അവനവനിസത്തിലേക്ക് ഉൾവലിഞ്ഞിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പിതാക്കന്മാരാണ് പലരും. സോഷ്യൽ ലൈഫ് കിടങ്ങാറടാ, പൈസ ചെലവാകും, സമയം ചെലവാകും, അവനവന്റെ കാര്യം അവതാളത്തിലാകും എന്നുപദേശിച്ചു കൊടുക്കുന്നതിന് പകരം അത് തിരിച്ചുപദേശിക്കാനുള്ള ഒരു എന്താ പറയാ മാനസാന്തരം നമ്മൾക്കുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. നോക്കൂ നിങ്ങൾ, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ നാഫിലതൻ വകുല്ലൻ ജഅൽനാ സാലിഹീൻ. അങ്ങനെ കൊടുത്തു അല്ലാഹു.
ഇസ്മായിലിന് കൊടുത്തു, ഇസ്ഹാക്കിന് കൊടുത്തു. ഇസ്ഹാക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ്, അങ്ങനെ പരമ്പരയായി പ്രവാചകന്മാരുടെ നീണ്ട കണ്ണികൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പരമ്പരയിലൂടെ വന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. അതിന്റെ അനുയായികളായി ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഇന്നും ആദർശ പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കുന്നു. ദുനിയാവിൽ ആ പ്രാർത്ഥനയ്ക്ക് കൂലി നൽകിയതാണത്. പരലോകത്ത് എമ്പാടും കൂലി കിട്ടാൻ പിന്നെ ആ മക്കൾ കാരണക്കാരാവുകയും ചെയ്യും. നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ ദീൻ കൊണ്ടു നടക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ആളുകളുണ്ടല്ലോ ചരിത്രത്തിൽ, ഇപ്പോഴുമുണ്ടല്ലോ നാട്ടിൽ. അതൊക്കെ അവരുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. യാതൊരു തർക്കവുമില്ല. അവരുടെ പിതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹത്തിന്റെയും തേട്ടത്തിന്റെയും ഫലമാണ്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ അങ്ങനെയുള്ള ഫീൽഡുകൾ ഇല്ലെങ്കിൽ ഒന്ന് ആത്മപരിശോധന നടത്തുക. നമ്മൾ ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടാവുമോ ഇല്ലേ എന്ന്. ഇല്ലെങ്കിൽ ആരംഭിച്ചോളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർക്ക് മാത്രമേ നല്ല മക്കളുണ്ടാവൂ. മറ്റൊന്ന്, അവനവന്റെ പിതാക്കന്മാരോട് നന്നായി പെരുമാറുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് നന്നായി പെരുമാറുന്ന മക്കളെയും കിട്ടൂ. ഇതൊക്കെ വളരെ വളരെ എന്താ പറയാ, ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നാട്ടിലിങ്ങനെ പഠിച്ചു നോക്കിയാൽ മതി, വേറൊന്നും പരിശോധിക്കണ്ട. നാട്ടിലിങ്ങനെ ഓരോ ഫാമിലിയിലെടുത്ത് ഇങ്ങനെ പഠിക്കുക. അവനവന്റെ നാട്ടിൽ പഠിച്ചാൽ മതി, വേറെ എവിടെങ്കിലും പോയി പഠിക്കണ്ട. അപ്പൊ ഒരു പിതാവ് എന്ന നിലയിൽ ഞാനും നിങ്ങളും ഒരു ദുരന്തമാവാതിരിക്കുക. പിതാവ് എന്ന നിലയിൽ ഞാനും നിങ്ങളും വലിയ ഒരു സൗഭാഗ്യവാന്മാരായി മാറുക. അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾ എന്ന റോളിൽ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹുവോട് നിരന്തരം നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും മക്കൾ നന്നാവാൻ വേണ്ടി പണിയെടുക്കുകയും മക്കളെ നന്നാക്കി തീർക്കാൻ വേണ്ടി പടച്ചവനോട് യാചിക്കുകയും ചെയ്യുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ.